ചോദിക്കാം. വെരി ഗുഡ്. കളിയാക്കി പറയുകയാണോ അതോ കാര്യമായിട്ട്? തമ്മനയിൽ കണ്ട പോലെ ഒരു ചിക്കൻ മന്തിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. 2 സ്പൂൺ മസാലപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതെല്ലാം കൂടെ അരച്ച പേസ്റ്റാണത്. എന്നിട്ട് ഈ 2 ക്യാപ്സിക്കം, 3 സവാള, അതൊന്ന് ചെറുതായിട്ട് ഒരു ചതുര കഷ്ണത്തിൽ രണ്ടും സെപ്പറേറ്റ് അരിഞ്ഞ് വെച്ചിട്ട് നമ്മൾ ആദ്യം ഇറച്ചിയിലേക്ക് മസാലപ്പൊടി വേറെ മസാല വറുക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന മസാലകളുണ്ടല്ലോ, ഒന്നിൽ വാങ്ങാൻ കിട്ടും, ഇല്ലെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയത്. 2 സ്പൂൺ മസാലപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റെല്ലാം കൂടായിട്ട് അതിനകത്ത് പുരട്ടി ഇറച്ചി. ഇതാണ് നമ്മൾ മന്തിക്കായിട്ടെടുത്ത ഇറച്ചി. വെള്ളം അടുപ്പിലേക്ക് വെച്ചിട്ട് ഒരു 3/4 ചെരുവം വെള്ളത്തിലേക്ക് മാഗി ക്യൂബാണ് ഇട്ട് കൊടുത്തത്. അതിനകത്തേക്ക് ഏലയ്ക്ക, മസാലകൾ ഉണ്ടല്ലോ, വാങ്ങാൻ കിട്ടുന്ന മസാലകളെല്ലാം, പട്ട, ഗ്രാമ്പൂ, ജീരകം, ഇതെല്ലാം ഇട്ട് വെള്ളം ഇങ്ങനെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് അരി കഴുകി വൃത്തിയാക്കി അതിനകത്തേക്ക് ഇടുക. ഒരു പകുതി വേവ് അങ്ങനെ അതിൽ തന്നെ വേവണം. അതുപോലെ ആവശ്യമായ ഉപ്പുമൊക്കെ ചേർത്ത് ചെയ്യുക. അതിനകത്ത് നാരങ്ങാ നീര് ഇതെല്ലാം ചേർത്തിട്ടാണ് അരി കഴുകിയിടുന്നത്. എന്നിട്ട് അത് ഊറ്റി വേറൊരു പാത്രത്തിലാക്കി വെക്കണം. പിന്നെ കുക്കറിനകത്തേക്ക് നമ്മൾ ആ മസാല പുരട്ടി വെച്ച ഇറച്ചി കഷ്ണങ്ങൾ ആദ്യം നിരത്തുക. ഇത് അടുപ്പിൽ വയ്ക്കുന്നതിന് മുമ്പ് ചെയ്യണം. എല്ലാ ഇറച്ചിയും എടുത്ത് നിരത്തി വെച്ചിട്ട് അതിന് ശേഷം അതിലേക്ക് നമ്മൾ അരച്ചുണ്ടാക്കിയ പേസ്റ്റില്ലേ, അത് അതിലേക്ക് ഒഴിക്കുക. ഈ കൺസിസ്റ്റൻസിയിൽ മതി. എല്ലാം കൂടെ അരച്ച് അതതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അതിന് മുകളിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി എല്ലാം വിതറി കൊടുത്തു കഴിഞ്ഞ് അതിന് ശേഷം നമ്മൾ ക്യാപ്സിക്കം അരിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതും അതിൻ്റെ മുകളിൽ തൂവി കൊടുക്കുക. ഇങ്ങനെ ചിതറിയിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ആവശ്യമായ വെള്ളവും ചേർത്ത് ഒരു വിസിൽ വരുന്നത് വരെ നമ്മൾ അടുപ്പിൽ വയ്ക്കുക. ക്യാപ്സിക്കം വേണമെങ്കിൽ ഇച്ചിരി കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല, എങ്കിലും നമ്മൾ മിതമായിട്ടുള്ളതേ ചേർത്തുള്ളൂ. അതുപോലെ അരി പകുതി വെന്തരിയാണ് ആയിരിക്കുന്നത്. വെള്ളം ഒരു വിസിൽ വരുമ്പോൾ ഇത് നനക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു വിസിൽ വന്നതിനകത്തേക്ക് നമ്മൾ ചോറ്, പകുതി വെന്ത ചോറ് ഇങ്ങനെ വിതറി കൊടുക്കുക. നന്നായി ഒതുക്കി അതിന് മുകളിൽ പച്ചമുളക് കൂടെ നമ്മളിങ്ങനെ ഒരു 4-5 പച്ചമുളക് ഇങ്ങനെ കുത്തി അതിൻ്റെ അകത്ത് വെച്ചേക്കണം. എരിവ് ഒരുപാട് വരേണ്ട ആവശ്യമില്ല. അപ്പം നല്ല എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചമുളകിൻ്റെ എണ്ണവും നമുക്ക് നോക്കാവുന്നേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. 4 പച്ചമുളകോ 5 പച്ചമുളകോ ഒക്കെ മതിയാവും. അത് ഇതുപോലെ കുത്തി വെച്ചിട്ട് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ കൂടെ കൂട്ടാനൊരു കറി ഉണ്ടാക്കുകയാണ്. ഹോട്ടലിലെ പോലെയല്ല, നമ്മൾ വീട്ടിൽ ചെയ്തുകൊണ്ട് ഉള്ളി, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടെ ചേർത്തൊരു കറി പോലുണ്ടാക്കി. കുറച്ച് നമ്മൾ ഇറച്ചി വറുത്തും സെപ്പറേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ചെയ്ത് നോക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടുമല്ലോ. അപ്പം ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. താങ്ക് യു.